പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഭഗവാൻ ദാസിൻ്റെയും ഭാഗവതിയുടെയും വളരെ സങ്കടം നിറഞ്ഞ ഒരു കഥയായിരുന്നു പറഞ്ഞിരുന്നത്. ഭഗവാൻ ദാസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വലയെറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വലയിൽ ഒരൊറ്റ മീൻ പോലും കുടുങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ പരീക്ഷയായതുകൊണ്ട് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് ചിലവ് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ മരുന്ന് വാങ്ങേണ്ടതുണ്ട്. ഈ പ്രയാസങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെയധികം നിരാശനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ എത്തിയപ്പോൾ വരാന്തയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും ദീപം കൊളുത്തിയിട്ട് പൂജ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം. സ്വബർ കാ ഫൽ മീഠാ ഹോത്താ ഹേ. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ. ക്ഷമയുടെ ഫലം മധുരമുള്ളതാകുന്നു. ഞാൻ വായിച്ചു തരാം, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. रात का खाना खाकर भगवान दास सोने गया. सारा दिन धूप में काम करते करते वो थक गया था, फिर भी उसको नींद नहीं आई. इतने में उसकी बीवी घर के कामकाज से थकी हारी कमरे में आई. रात में जब बाल बच्चे सो जाते तो आधी रात तक अक्सर दोनों मियाँ बीवी बैठकर आपस में घर के सुख दुख की बातें किया करते थे. बागमती घर के सुख दुख में हमेशा अपने शौहर का साथ देती थी. वह मुस्कुराती हुई कहने लगी, ये क्या सोच रहे हैं मेरे सरताज? अब तक नींद नहीं आई क्या? नींद कैसे आएगी बागी? आगे दिवाली की रातें आएगी ना, हम कैसे दिए जलाएंगे? हमारे आंसुओं से दीप जला सकते हैं क्या? आप इतने उदास क्यों हैं? दिल व दिमाग का सुकून क्यों बर्बाद करते हैं? ज़िंदगी में ऐसी मुश्किल घड़ियाँ आती ही रहती है मेरे सरताज. बागमती ने नरमी से कहा. हम कैसे सुकून से बैठेंगे बागमती? अगले महीने में सावित्री का इम्तिहान है. अब तक उसकी फ़ीस अदा नहीं कर पाया. बेटी हर दिन ज़िद करती रहती है. आप सब्र कीजिए, भगवान हमारे लिए कोई न कोई हल ज़रूर निकलेगा. सब्र का फल मीठा होता है. ये तुम क्या कह रही हो बागमती? भूखे पेट कैसे सब्र होगा? दिखावे की इज्जत और शराफत से क्या फ़ायदा? दूसरों की तरह हमें भी आराम चाहिए, पेट भर खाना चाहिए. आखिर कब तक हम अपने अरमानों का गिला घूंढते रहेंगे? अपना पेट जानवर भी भरते लेते हैं ना. आदमी वही है जो आदमी के काम आए. खुदा से दुआ कीजिए कि अपना खाना शरीफान रहे, झूठ चोरी और रिश्वत से पाक रहे. हमारी थोड़ी बहुत ईमानदारी और सब्र व रिज़ा के सबब लोग हमारी इज्जत करते हैं, वरना हमें कौन पूछता. बागमती ने बड़ी आजिज़ी से अपने शौहर को बताया. കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഇതിലുള്ള പ്രയാസമുള്ള വാക്കുകൾ, നയ അൽഫാസ്, നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? സ്വബർ കാ ഫൽ മീഠാ ഹോത്താ ഹേ. ക്ഷമയുടെ ഫലം. ഫൽ എന്ന് പറഞ്ഞാൽ ഫലം, അതിൻ്റെ റിസൾട്ട്. മീഠാ ഹോത്താ ഹേ, മധുരമുള്ളതാകുന്നു. കിട്ടാത്ത വാക്കുകൾ നമുക്ക് നോക്കാം. സ്വബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമ. ഫൽ ഫലം, റിസൾട്ട്. മീഠ മധുരമുള്ള. രാത്ത് രാത്രി. ഖാന ഭക്ഷണം. സോന ഉറങ്ങുക. ദിൻ പകൽ.
ദിന് രണ്ടർത്ഥമുണ്ട്, ദിവസം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ പകൽ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. ധൂപ്പ് വെയിൽ, കാം കർന ജോലി ചെയ്യുക, തഖ്ന ക്ഷീണിക്കുക, നീന്ത് ഉറക്കം, ബീവി ഭാര്യ, ബാത്തേം കർന സംസാരിക്കുക, ഷൗഹർ ഭർത്താവ്, മുസ്കുരാന പുഞ്ചിരിക്കുക, സോച്ന ചിന്തിക്കുക, ദിയ ദിയ എന്ന് പറഞ്ഞാൽ ദീപം വിളക്ക്, ആൻസു കണ്ണുനീർ, ഉദാസ് നിരാശ, ദിമാഗ് കാ സുക്കൂൻ മനസ്സമാധാനം. ദിമാഗ് എന്ന് പറഞ്ഞാൽ മനസ്സ്, നമ്മുടെ ബ്രെയിനാണ്. ദിമാഗ് കാ സുക്കൂൻ മനസ്സിൻ്റെ സമാധാനം, മനസ്സമാധാനം. ബർബാദ് ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ജിന്ദഗി ജീവിതം, മുഷ്കിൽ പ്രയാസം, ഘടിയാം മണിക്കൂറുകൾ സമയങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഇംതിഹാൻ പരീക്ഷ. ഹൽ ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം, പോംവഴി വഴി അല്ലേ. ഹൽ കർണ പരിഹരിക്കുക, ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം. ഭൂക്ക് വിശപ്പ്, പേട്ട് വയറ്. ഇസ്സത്ത് और ഷറാഫത്ത്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അന്തസ്, ഷറാഫത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, പരിശുദ്ധത. ഫായിദ പ്രയോജനം. അർമാനോ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. ജാൻവർ ജാൻവർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൃഗങ്ങൾ. ജൂട്ട് ജൂട്ട് കളവ്, ജൂട്ട് കളവ്. ചോരി ചോരി എന്ന മോഷണം. റിഷ്വത്ത് റിഷ്വത്ത് എന്ന് പറഞ്ഞാൽ പലിശ. പാക്ക് പാക്ക് പരിശുദ്ധത, ശുദ്ധമായത്. ഈമാൻദാരി വിശ്വാസം. സബബ് കാരണം. ജിസി ജിസി എന്ന് പറഞ്ഞാൽ അശക്തത, ശക്തിയില്ലാത്തൊരവസ്ഥ. ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയും വാക്കുകളാണ് നമുക്കതിൽ പ്രയാസം തോന്നുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്നുകൂടെ വായിച്ചു നോക്കാം. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് സ്വബർ കാ ഫൽ മീഠാ ഹോത്താ ഹേ, ക്ഷമയുടെ ഫലം മധുരമുള്ളതാകുന്നു. ഇവിടെ ഭാഗുമതിയും ഭഗവാൻ ദാസും അന്ന് മീനൊന്നും കിട്ടാത്തതിൽ വളരെയധികം വിഷമിച്ച് ഇരിക്കുകയാണ് അല്ലേ. അവർ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ബാക്കി വായിക്കുന്നത്. രാത് കാ ഖാന ഖാക്കർ ഭഗവാൻ ദാസ് സോനെ ഗയ. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാൻ ദാസ് ഉറങ്ങാൻ വേണ്ടി പോയി. സാരാ ദിൻ ധൂപ്പ് മേ കാം കർത്തേ കർത്തേ വോ തക് ഗയാത്ത. അന്ന് പകൽ മുഴുവനും അദ്ദേഹം ജോലി ചെയ്തു, വലയെറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആകെ ക്ഷീണിച്ചിരുന്നു. പിർബി ഉസ്കോ നീന്ത് നഹീം ആയി. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കം വന്നില്ല. നമ്മൾ ക്ഷീണിച്ച് കിടന്നാൽ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. പക്ഷേ ഭഗവാൻ ദാസിന് അന്ന് ഉറക്കം വന്നതേ ഇല്ല. ഇത്തനെ മേം ഉസ്കി ബീവി ഘർ കെ കാം കാജ് സെ തക്കി ഹാരി കമരെ മേം ആയി. അപ്പോഴേക്കും ഭഗവാൻ ദാസിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഭാഗുമതി അല്ലേ. ഭഗവാൻ ദാസിൻ്റെ ഭാര്യ വീട്ടുജോലികളെല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ച് അവശയായി അവരുടെ ആ റൂമിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വന്നു. रात में जब बाल बच्चे सो जाते तो आधी रात तक अक्सर दोनों मियाँ बीवी बैठकर आपस में घर के सुख दुख की बातें किया करते थे. രാത്രി മക്കളെല്ലാം ഉറങ്ങിയാൽ പോലും ഒരുപാട് സമയം, അർദ്ധരാത്രി വരെയൊക്കെ ഭാര്യയും ഭർത്താവും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു. വീട്ടിലുള്ള സുഖദുഃഖങ്ങളെല്ലാം പരസ്പരം അവർ ചർച്ച ചെയ്യുമായിരുന്നു. बागुमती घर के सुख दुख में हमेशा अपने शौहर का साथ देती थी. ബാഗുമതി ആ വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ നിൽക്കുമായിരുന്നു. വോ മുസ്കുരാത്തി ഹുയി കഹിനെ ലഗി. അങ്ങനെ ബാഗുമതി അവരുടെ ഭർത്താവായ ഭഗവാൻ ദാസ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ്, ये क्या सोच रही है मेरे सरताज, अब तक नींद नहीं आई क्या? നിങ്ങൾ എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സമയമായിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
ഭഗവാൻ ദാസ് മറുപടി പറയാണ്, നീന്ത് കൈസ ആയേഗി ബാഗി, ആകെ ദീപാവലി കി രാത്ത് ആയേഗി നാ, എനിക്ക് എങ്ങനെ ഉറക്കം വരാനാണ്. ഭാഗ്യ എന്ന് പറഞ്ഞാൽ ഭാഗുമതി എന്നുള്ള ആ വാക്കിനെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. നീന്ത് കൈസ ആയേഗി ബാഗി, ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്, എനിക്ക് എങ്ങനെ ഉറക്കം വരാനാ. അടുത്ത് ദീപാവലി അല്ലേ, ദീപാവലി അടുത്ത് തന്നെ അല്ലേ, അതായത് അടുത്ത ദിവസം ദീപാവലി അല്ലേ, ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്. ഹം കൈസെ ദിയ ജലായെങ്കിൽ, നമ്മളെങ്ങനെ വിളക്ക് കത്തിക്കും. ഹമാരെ ആൻസോം സെ ദീപ് ജലാ സക്തേ ഹേ ക്യാ, നമ്മുടെ കണ്ണുനീര് കൊണ്ട് വിളക്ക് കത്തുമോ എന്നാണ് ചോദ്യം. നമ്മുടെ കണ്ണുനീര് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാൻ പറ്റുമോ. അതായത് വിളക്ക് കത്തിക്കാൻ എന്ത് വേണം, എണ്ണ വേണം, എണ്ണയ്ക്ക് എന്ത് വേണം, കാശ് വേണം അല്ലേ. അതുപോലെ ദീപാവലി ആകുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ വീട്ടിലുണ്ടാക്കണം, നല്ല വസ്ത്രം ഉണ്ടാക്കണം അല്ലേ, നല്ല രീതിയിൽ ആഘോഷിക്കണം. അങ്ങനെയൊക്കെ ആഘോഷിക്കണമെങ്കിൽ കാശ് വേണം. പക്ഷെ എന്താണ്, ഇവരുടെ കയ്യിൽ കാശില്ല, അതാണ് ടെൻഷൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഉറക്കം വരാത്തത്. ആപ്പ് ഇതനെ ഉദാസ് ക്യോം ഹേ, ദിൽ വ ദിമാഗ് കാ സുക്കൂൻ ക്യോം ബർബാദ് കർത്തേ ഹേ. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണേ, നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം ടെൻഷൻ അടിക്കുന്നത്, മനസ്സമാധാനം എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത്. ജിന്ദഗി മേം ഐസി മുഷ്കിൽ ഘടിയാം ആത്തി ഹി രഹ്തി ഹേ മേരെ സർതാജ്, ഭാഗുമതിനെ നിർമ്മിസെ കഹ. ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരും പോവും അല്ലേ, അതായത് പ്രയാസമുള്ള ഘട്ടങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അതുകൊണ്ട് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദ്യം. ഹം കൈസെ സുക്കൂൻ സെ ബൈഠേങ്കി ഭാഗുമതി. അപ്പോൾ ഭഗവാൻ ദാസ് വീണ്ടും ഭാര്യയോട് ചോദിക്കുകയാണ്, ഹം കൈസെ സുക്കൂൻ സെ ബൈഠേങ്കി ഭാഗുമതി, നമ്മൾ എങ്ങനെ സമാധാനിച്ചിരിക്കും ഭാഗുമതി. അഗലെ മഹീനെ മേ സാവിത്രി കാ ഇംതിഹാൻ ഹേ, അബ് തക്ക് ഉസ്കി ഫീസ് അദാ നഹീം കർ പായ. അടുത്ത ആഴ്ച, അടുത്ത മാസം, മഹീന മീൻസ് മാസം, അടുത്ത മാസം നമ്മുടെ സാവിത്രി മോളുടെ പരീക്ഷയല്ലേ, നമ്മൾ ഇതുവരെ അവരുടെ ഫീസ് അടച്ചിട്ടില്ല. ബേട്ടി ഹർദിൻ ജിദ് കർത്തി രഹത്തി ഹേ, മോൾക്ക് എല്ലാ ദിവസവും അതിൻ്റെ പേരിൽ മോള് നമ്മൾ എന്താണ് തെറ്റിലാണ്, മോള് ആകെ പിണങ്ങിയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് മോളെ പരീക്ഷ അല്ലേ, പരീക്ഷയ്ക്ക് ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല, മോള് ആ കാരണം കൊണ്ട് പിണങ്ങിയിരിക്കുകയാണ്. ആപ്പ് സബർ കീജിയെ, ഭഗവാൻ ഹമാരേ ലിയെ കോയി ന കോയി ഹൽ ജറൂർ നിക്കലെങ്കി. എന്താ പറഞ്ഞത്. അപ്പോൾ ഭാഗുമതി ഭർത്താവിനെ സമാധാനിപ്പിക്കുകയാണ്. ആപ്പ് സബർ കീജിയെ, നിങ്ങളൊന്ന് ക്ഷമിക്കി. ഭഗവാൻ ഹമാരേ ലിയെ കോയി ന കോയി ഹൽ ജറൂർ നിക്കാലേഗ. ഭഗവാൻ ദൈവം ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരും, എന്തെങ്കിലും ഒരു പരിഹാരം അതിനൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കും. സബർ കാ ഫൽ മീഠാ ഹോത്താ ഹേ, ക്ഷമയുടെ ഫലം എപ്പോഴും എന്താണ്, മധുരമുള്ളതായിരിക്കും. യേ തും ക്യാ കഹ രഹി ഹോ ഭാഗുമതി, ഭൂക്കേ പേട്ട് കൈസെ സബർ ഹോഗാം. നീ എന്താണ് ഈ പറയുന്നത്, വിശന്നിരിക്കുന്ന വയറിന് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും, അതാണ് ചോദ്യം. യേ തും ക്യാ കഹ രഹി ഹോ ഭാഗുമതി, ഭഗവാൻ ദാസ് ഭാഗുമതിയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്. ഭൂക്കേ പേട്ട് കൈസെ സബർ ഹോഗാം, വിശന്നിരിക്കുന്ന വയറ് എങ്ങനെ ക്ഷമിക്കാനാ. ദിക്കാവേക്ക് ഇസ്സത്ത് ഔർ ഷറാഫത്ത് സെ ക്യാ ഫായിദ, നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന ഈ അഭിമാനം, ഈ മാന്യത, അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്, നമുക്കൊന്നും കഴിക്കാനൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മൾ പുറത്തേക്ക് ആ ഒരു ദാരിദ്ര്യം പ്രാരാബ്ദമൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദൂസരോं की तरह हमें भी आराम चाहिए, पेट भर खाना चाहिए, आखिर कब तक हम अपने अरमानों का गिला घूटते रहेंगे. ഭാഗുമതിയോട് ഭഗവാൻ ദാസ് ചോദിക്കുകയാണ്, മറ്റുള്ളവരെ പോലെ നമുക്കും ഒരു റെസ്റ്റ് വേണ്ടേ. ദൂസരോं की तरह हमें भी आराम चाहिए, മറ്റുള്ളവരെ പോലെ നമുക്കും ഒരു റെസ്റ്റൊക്കെ വേണ്ടേ. പേട്ട് ഭർ ഖാന ചാഹിയെ, മറ്റുള്ളവരെ പോലെ വയറ് നിറച്ച് നമുക്കും ഭക്ഷണം വേണ്ടേ. ഈ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണെന്ന് പൂർത്തീകരിക്കുക, എപ്പോഴാണെന്ന് സാക്ഷാത്കരിക്കുക എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഭാഗുമതി പറയുന്നൊരു വാക്ക്, ഈ ചിത്രം നോക്കിയേ, ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു കുട്ടി അല്ലേ, പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ട്, ലോമടി, കുത്ത എല്ലാം ഉണ്ട് അവിടെ, പ്രാക്കളുണ്ട്, പക്ഷികളുണ്ട്. എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എന്താ ചെയ്യുന്നത്, ആ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ ഈ കുട്ടി അതിന് വിശക്കുന്നുണ്ട്, പക്ഷെ അത് മാറി നിന്ന് നോക്കിയിരിക്കുകയാണ്. ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക, മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു മാറ്റം. ഇനി താഴെ നോക്കുക.
अपना पेट जानवर भी भर लेते हैं ना, आदमी वही जो आदमी के काम आए. ഭാഗമതി ഭഗവാൻ ദാസിനോട് ചോദിക്കുകയാണ്, മൃഗങ്ങളും തൻ്റെ വയറ് നിറക്കാറില്ലേ? ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഭഗവാൻ ദാസ് ഭാഗമതിയോട് എന്താ പറഞ്ഞത്? മറ്റുള്ളവരെ പോലെ നമുക്ക് റെസ്റ്റൊക്കെ വേണം, നമുക്കെന്ത് വേണം? വയറ് നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഇവർ ചോദിക്കുകയാണ്, മൃഗങ്ങളും ഭക്ഷണം കഴിക്കാറില്ലേ? പക്ഷെ എന്ത് വേണം? മനുഷ്യനെപ്പോഴും മനുഷ്യനെ പോലെ ആവണം. മനുഷ്യൻ മാറി നിൽക്കണം. മൃഗങ്ങളെപ്പോലെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയോ? പോരാ. മനുഷ്യനെപ്പോഴും മനുഷ്യൻ്റെ ആ ഒരു അന്തസ് അഭിമാനം അത് കാത്തു സൂക്ഷിക്കണം. ആദ്മി വഹി ജോ ആദ്മിക്ക് കാം ആയി. മനുഷ്യനെപ്പോഴും മനുഷ്യനെ പോലെ ആവണം. खुदा से दुआ कीजिए कि अपना खाना शरीफान रहे, झूठ चोरी और रिश्वत से पाक रहे. പിന്നെ പറയണ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിന്? അപ്പിന ഖാന ഷെരീഫാൻ രഹെ, നമ്മുടെ ഭക്ഷണം എപ്പോഴും പരിശുദ്ധമായ ഭക്ഷണമാവണം. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചതോ അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കട്ടെടുത്തതോ അവർക്ക് ഇഷ്ടമില്ലാത്ത കവർന്നെടുത്തതോ അതുപോലെ പലിശ പോലുള്ള സംഭവങ്ങളുള്ളതോ ഒന്നും ആവരുത്. നമ്മുടെ ഭക്ഷണം എന്താവണം? പരിശുദ്ധമായ ഭക്ഷണം ആവണം. ജൂട്ട് പറഞ്ഞാൽ തെറ്റായ മാർഗം, കളവ്. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. റിഷ്വത്ത്, പലിശ. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധമായ ഭക്ഷണം തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹമാരി തോടി ബഹുത്ത് ഈമാൻദാരി और सब्र व रिज़ा के सबब लोग हमारी इज्जत करते हैं. നമ്മിലുള്ള ചെറിയ ഒരു വിശ്വാസം അല്ലേ, അതുപോലെ നമ്മുടെ ഒരു ഈമാൻദാരി വിശ്വാസം, അതുപോലെ സ്വബർ ക്ഷമ, വരില്ല മറ്റുള്ളവർക്ക് നമ്മോടുള്ള ആ ഒരു തൃപ്തി, ഇതൊക്കെ കാരണം എന്താണ്? ജനങ്ങൾ നമ്മളെ വളരെയധികം ബഹുമാനിക്കുന്നു. അതായത് നമ്മിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അല്ലേ, നമുക്ക് നല്ല ക്ഷമയുണ്ട്. ഈ കാരണം കൊണ്ടൊക്കെ ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നു. വർണ്ണ ഹമേൻ കോൻ പൂച്ച്ത ബാഗുമതി ബടി ആജിസപ്പിനെ ഷൗഹർക്കോ ബത്തായ. അതല്ലെങ്കിൽ നമ്മൾ ആരും പരിഗണിക്കൂല എന്നാണ് പറഞ്ഞത്. നമുക്കെന്തുണ്ട്? നമുക്ക് കുറച്ചൊരു ക്ഷമയും അതുപോലെ ഇസ്സത്തുമൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. അതൊന്നുമില്ലെങ്കിൽ ആരും നമ്മളെ മെയിൻറ്റ് ചെയ്യൂല എന്നാണ് പറഞ്ഞത്. ബാഗുമതിനെ ബടി ആജിസ് അപ്പിനെ ഷൗഹർക്കോ ബത്തായ. ബാഗുമതി തൻ്റെ ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ബാഗുമതിയും അവരുടെ ഭർത്താവായ ഭഗവാൻ ദാസും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളാണ് ഇതിൽ മൊത്തത്തിൽ പറയുന്നത്. എന്താണ് അവരുടെ വേവലാതി? അവരുടെ മകൾക്ക് പരീക്ഷാ ഫീസ് അടക്കണം. അടുത്ത മാസം പരീക്ഷയാണ്. പരീക്ഷയുടെ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെന്താണ്? ദീപാവലിയാണ്. ദീപാവലിക്ക് ഒരുപാട് അവർക്കൊരുപാട് ചിലവുകളുണ്ടാവും അല്ലേ? അത് ഇതുവരെ ആയിട്ടില്ല. ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രയാസങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കുക. നമുക്ക് ഇതിലുള്ള പഠന പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവർക്കും ശുക്രിയ. ഹുദാ ഹാഫിസ്.